അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാമോ? അതിന് പ്രത്യേകമായ തെളിവുകളുണ്ടോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. ഈ വിഷയത്തിൽ പ്രധാനമായും പണ്ഡിതന്മാർ 2 ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന മറുപടി 1 മുതൽ 9 വരെ വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ നോമ്പ് പിടിക്കാം എന്നാണ്. എന്നാൽ ദുൽഹജ്ജ് 9ന്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട മുഅക്കദ് മുസ്തഹബുമായ പ്രധാനപ്പെട്ട നോമ്പാണെന്ന വിഷയത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് അറഫയുടെ നോമ്പാണ്. അറഫാ ദിനവുമായി ബന്ധപ്പെട്ട യൗമു അറഫ, സൗമു അറഫ, അറഫയുമായി ബന്ധപ്പെട്ട നോമ്പാണ് ദുൽഹജ്ജ് 9ന്റെ നോമ്പ്. ബാക്കി 8 ദിവസങ്ങൾ, ദുൽഹജ്ജ് 1 മുതൽ 8 ദിവസം വരെയുള്ള ആ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നോമ്പ് പിടിക്കാം, അത് വിരോധമില്ല എന്നാണ്. അതിനവർ പറയുന്ന മറുപടികളിൽ ഒന്ന്, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഈ ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫി അയ്യാമി അഫ്ളല മിൻഹാ ഫി ഹാദിഹി യഅനി അയ്യാമുൽ അശ്ർ. ദുൽഹജ്ജ് 10ന്റെ ദിവസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള അമലുകൾ ലഭിക്കുന്ന ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് ഇതുപോലെ പ്രാധാന്യം കിട്ടുന്ന, പുണ്യം ലഭിക്കുന്ന മറ്റ് ദിവസങ്ങളുണ്ടോ, മറ്റ് അമലുകളുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ സ്വഹാബത്ത് മറുപടി പറഞ്ഞത്, വലൽ ജിഹാദ്, ജിഹാദ് ചെയ്താൽ കിട്ടൂലേ നബി എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദ് ചെയ്താലും കിട്ടൂല. അങ്ങനെ കിട്ടണമെങ്കിൽ ഒരു മനുഷ്യൻ തന്റെ ശരീരവും സമ്പത്തും ഉപയോഗിച്ച് ജിഹാദിന് പുറപ്പെടുകയും ഫലം അഥവാ സമ്പത്തും ശരീരവും, ജീവനും പോയി സമ്പത്തും പോയി, അഥവാ രക്തസാക്ഷിയായി, അങ്ങനെയുള്ളവർക്ക് ഈ പ്രതിഫലം കിട്ടും എന്ന് പറയുകയുണ്ടായി. അപ്പൊ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ അമലുകൾക്ക് രക്തസാക്ഷിയുടെ സമ്പത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ട് രക്തസാക്ഷിയായ ഒരാളുടെ പ്രതിഫലത്തെക്കാൾ വലിയൊരു പ്രതിഫലമുണ്ട് എന്ന അർത്ഥത്തിൽ പ്രവാചകൻ പറയുന്ന ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ച് ആ ദിവസങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാം, നോമ്പുകൾ പിടിക്കാം, ദിക്ർ ദുആകൾ ചെയ്യാം. ആ അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് 1 മുതൽ 8 വരെയുള്ള ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പ് പ്രത്യേകമായി പിടിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം. രണ്ടാമതായി ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 9 ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടും കാണാൻ കഴിയും. ആ അടിസ്ഥാനത്തിൽ അറഫയുടെ നോമ്പിന്റെ വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. ബാക്കി വരുന്ന 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പിടിക്കാവുന്നതാണ്. പിടിക്കുന്നത് കൊണ്ട് ബിദ്അത്ത് അല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.